ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരത്തടിയുന്നു എന്ന് ഇതിനോടകം പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ തീരമേഖലയിൽ 30-ലേറെ കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പ്രദേശവാസികൾ അതൊന്നും പാലിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളുണ്ട്. അത് മാധ്യമങ്ങൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും ഒക്കെ തന്നെ നേരിട്ട് ഈ പ്രദേശവാസികളെല്ലാം അറിയിച്ചതാണ്. അത് നേരത്തെ തന്നെ അറിയിച്ചതുമാണ്. പക്ഷേ എന്നിട്ടും പലപ്പോഴും പ്രദേശവാസികൾ ആ നിയന്ത്രണങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്നു. എന്താണ് ഈ കണ്ടെയ്നറുകൾ എന്നറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അധികാരികൾ പറയുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി കപ്പലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നർ അവശിഷ്ടങ്ങളും അടിയുകയാണ്. ഇതുവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാധനങ്ങളും കരയ്ക്കടിഞ്ഞതായി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ കരുതൽ വേണമെന്നാണ് നിർദ്ദേശം. കൊല്ലത്തെ തീരങ്ങൾക്ക് പിന്നാലെ വർക്കല, അഞ്ചുതെങ്ങ് തീരങ്ങളിലേക്കും കണ്ടെയ്നറുകൾ അടിഞ്ഞു. കണ്ടെയ്നറുകളിൽ നിന്ന് ബോക്സുകളും മറ്റു ചില വസ്തുക്കളും തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി അടിയുന്നുണ്ട്. കടൽ തീരത്ത് അങ്ങോളം ഇങ്ങോളം വെള്ളത്തരികളുടെ രൂപത്തിലുള്ള പദാർത്ഥം തീരത്തടിഞ്ഞു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പോളിയെത്തിലീൻ പെല്ലറ്റുകളാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ അറിയിച്ചു. തീരമേഖലയിൽ നല്ല ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 33 കണ്ടെയ്നറുകളാണ് തീരത്ത് ഇതിനകം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. കടലിലെത്തിയ വസ്തുക്കൾ എങ്ങനെ സമുദ്രാവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നറിയാൻ വിശദമായ പഠനം വേണമെന്ന് വിദഗ്ധർ. മത്സ്യസമ്പത്തിന് ഇപ്പം നമുക്കൊന്നും പറയാനാകത്തില്ല. നമ്മൾ ഇത് കടലിൽ കൊണ്ടുപോയി ഇതിൻ്റെ ശാസ്ത്രീയ വിശകലനം നടത്തി ഇത് കാൽഷ്യം കാർബൈഡ് ആണോ, ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര, ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇത്രയാണെങ്കിൽ ഇത് മത്സ്യങ്ങളെ എങ്ങനെ ബാധിക്കും, ഇത് കഴിക്കുന്ന മത്സ്യങ്ങളെ കഴിക്കുന്ന മനുഷ്യർക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ശാസ്ത്രീയ വിശകലനം നമ്മുടെ ലബോറട്ടറിയിൽ നടത്തിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊരു സത്യം നമുക്ക് വെളിപ്പെടുത്താനാകും. അതിന് ഒരു ദിവസം സമയമെടുക്കും. അതേസമയം തീരത്തടിഞ്ഞ വസ്തുക്കളുടെ സമീപത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഒഴുകി നടക്കുന്ന വസ്തുക്കൾ വരെ കടലിലേക്ക് ഇറങ്ങി കരയിലേക്ക് വലിച്ചു കയറ്റുന്നവരുമുണ്ട് തീരമേഖലയിൽ. തിരുവനന്തപുരം തീരത്തേക്കടിഞ്ഞ കണ്ടെയ്നറുകൾ എങ്ങോട്ടേക്ക് മാറ്റണമെന്നതിൽ തീരുമാനമായിട്ടില്ല. ഇത്തരത്തിൽ കണ്ടെയ്നർ അവശിഷ്ടങ്ങളും കപ്പലിന്റെ അവശിഷ്ടങ്ങളും എല്ലാം തീരത്തടിയുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് നിരന്തരമായി തന്നെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നു. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അതും അങ്ങനെയാണല്ലോ. കൗതുകം അല്പം കൂടുതലാണ് മലയാളിക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യരുത്, അതിലെന്താണെന്ന് അറിയാതെ അതിനടുത്തേക്ക് പോകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വളരെ മുൻപേ തന്നെ അധികാരികൾ നൽകിയെങ്കിലും പലപ്പോഴും പലരും അത് പാലിക്കാതെ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ അപകടത്തിനിടയാക്കിയേക്കാം. ഒരുപക്ഷെ അത്തരം അപകടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത് അപകടത്തിന് കാരണമായേക്കാം എന്നാണ് അത് പറയുന്നത്. അതുകൊണ്ട് ആ നിയന്ത്രണങ്ങൾ അതുപോലെ പാലിക്കുക, നിർദ്ദേശങ്ങൾ അതുപോലെ അനുസരിക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. എന്തായാലും അത് കസ്റ്റംസ് എല്ലാം ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നവയാണ്. അത്തരം കൺസൈൻമെൻറ്റുകളെല്ലാം, ആ കണ്ടെയ്നറുകളെല്ലാം എന്ന തീരുമാനത്തിൽ അവയെല്ലാം കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കസ്റ്റംസ് ആണ്. അതുകൊണ്ടാണ് ഈ പോർട്ടിലേക്ക് അടുപ്പിക്കുന്നത്. പിന്നീട് അവിടുന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്നത് എന്താണെന്നൊക്കെ തിട്ടപ്പെടുന്നു. അപ്പോൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു തടസ്സവും സൃഷ്ടിക്കരുത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതുമാണ്.